കോതമംഗലത്ത് സുഹൃത്തിനെ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അദീനയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച പാനീയത്തിന്റെ കുപ്പി അദീനയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തി. കീടനാശിനി കലർത്തിയാണ് പാനീയം അൻസിലിന് നൽകിയതെന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. നിതിൻ തുടരുകയാണ്. നിതിന് ഈ അൻസിലിനയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? വിശദാംശം. അജി, കേസിലെ പ്രതിയായ അദീനെ കഴിഞ്ഞ ദിവസമാണ്, മാലിപ്പറമ്പ് സ്വദേശി അദീനെ കഴിഞ്ഞ ദിവസമാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ ലഭിച്ചത്. ഇന്ന് ഈ അൻസിലിനെ കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം ഇവരെ ഈ കീടനാശിനി വാങ്ങിച്ച കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കടയിലുള്ളവർ ഇവരെ തിരിച്ചറിയുകയും ഒപ്പം തന്നെ ഗൂഗിൾ പേ വഴിയാണ് പണം നൽകിയതെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ഈ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഈ വീട്ടിലാണ് നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിച്ചത്. അതായത് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച എനർജി ഡ്രിങ്കിന്റെ ക്യാൻ അദീനയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ എനർജി ഡ്രിങ്കിൽ കീടനാശിനി കലർത്തിയാണ് പ്രതി അൻസിലിനെ കൊന്നത് എന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അൻസിൽ നിരന്തരമായി റെഡ് ബുൾ എന്ന ഈ എനർജി ഡ്രിങ്ക് കുടിക്കുന്ന ആളാണെന്ന് അദീനയ്ക്ക് അറിയാമായിരുന്നു. അതുവഴിയാണ് ഇത്തരത്തിൽ എനർജി ഡ്രിങ്കിൽ കീടനാശിനി കലർത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ തന്റെ മൊബൈൽ നമ്പർ അൻസിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മറ്റൊരു സുഹൃത്തിന്റെ മൊബൈലിൽ നിന്നുമാണ് അൻസിലിനെ വിളിച്ചു വരുത്തിയതെന്നും മൊഴി നൽകിയിട്ടുണ്ട്. കൊലപാതകത്തിൽ മറ്റ് പങ്കാളികൾ ആരും ഇല്ല എന്നാണ് നിലവിൽ അദീന പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പോലീസും ഇത് തന്നെയാണ് ശരിവെക്കുന്നത്. മറ്റ് കൂട്ടാളികൾ ആരും കൊലപാതകത്തിൽ ഇല്ല എന്ന കാര്യം പോലീസ് ശരിവെക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ നാളെ വരെയാണ് കസ്റ്റഡി കാലാവധി ഉള്ളത്. ഇതിനകം തന്നെ മറ്റ് വിവരങ്ങൾ കൂടി, എന്തിനാണ് കൊലപ്പെടുത്തിയതടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് വിശദമായ ചോദ്യം ചെയ്യലിൽ കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷ. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.